ഗായ്സ്, ഞാൻ വീണ്ടും ഗായ്സ് ആകെ ക്ഷീണിച്ച് നമ്മൾ ആടെയും നോക്കാൻ പോയതേനി ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഒരു വഴിക്ക് കൂടെ പോവുക. എന്തൊരു നല്ല നിമിഷങ്ങൾ. അവിടെ ഒരാൾ ഗായ്സ് നമ്മളൊരു കാട്ടുമുഴുക്കാൻ്റെ ദൂരയിലാണ് പോകുന്നത്. അപ്പോൾ ഗായ്സ് ഇതിൽ കൂടെ ഒക്കെ ഇവിടെ ഒരു കാറ് കഴിഞ്ഞടി നമ്മളിങ്ങനെ പോരുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ കാട് മൂടി, അവിടെ കൊള്ളം, ഇവിടെ എവിടെ ഒരു സ്ഥാനം കാണിച്ചു തരാൻ പറഞ്ഞു. ഇവിടെ കണ്ടോ ഗായ്സ് നിങ്ങളൊരു ചാല് പോലെ അതൊരു കിണറാണ് ഗായ്സ്. നമ്മൾ ഇപ്പം ഐസ് വെള്ളം എടുക്കാൻ പോകുകയാണ്. അതിനാണ് നമ്മൾ ഇത് എത്ര ജാട കാണിക്കുന്നത് അല്ലേ? നമ്മൾ ഇപ്പോൾ ഗായ്സ് ഇവിടെ വർക്ക്ഷോപ്പ് പണി അങ്ങനത്തെ കണ്ടോ. ഓള് പറയും ഇന്നലെ മഴ പെയ്തിന്, പക്ഷെ ഇവിടുത്തെ തോട് അത്രയ്ക്ക് വെള്ളം കയറിയില്ലായിരുന്നു. ഞാനും ആലോചിക്കുകയാണ് ഇന്നലെ മഴ നല്ല പെയ്തിട്ടില്ലായിരുന്നു ഗൈസ്. ആരുടെ വീട്ടിൽ നാട്ടിലെല്ലാമാണ് മഴ പെയ്തതെന്ന് കമൻറ്റിലൂടെ പറയുക ഗൈസ്. ഒരു വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പല്ല പോളിഷ്, ഇതൊക്കെ ഓരോ കണ്ട പേരാളാണ്. ഞങ്ങളുടെ സ്ഥലം മലപ്പുറം ജില്ലയാണ്. നിങ്ങൾക്ക് ഏതാണെന്ത് പറയണം, കമൻറ്റിലൂടെ പറയണം എന്നാണ് ഗൈസ്. അവള് പറയണം എന്നാണ് ഗൈസ്. ഞങ്ങൾ കുറേ അപ്പോൾ ഗൈസ് ഓള് കുറുക്ക് വഴി കൂടെയാണ് പോകുന്നത്. നമ്മൾ തളർന്ന് ഗൈസ് ഐസ് കുടിച്ചുകൊണ്ടാണ് ഞാൻ അടുത്ത യാത്ര. ഇങ്ങോട്ട് പോകണ്ടേ ഇതെത്തും മൊച്ച ഇത് നല്ല ഭൂതം ഉണ്ടാവോ? ഓളെ പണ്ടത്തെ കുട്ടിക്കാലത്തിൻ്റെ ഇതാണല്ലോ, നമ്മളെ നഖം ഉണ്ടാക്കൂലേ, നവകത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനല്ല. ഇതൊരു ഗുഹ പോലെയാണ് ഗൈസ്. അതായത് തണലാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ സാധനം ഇങ്ങനെ ഗൈസ്. വീട്ടിലേക്ക് തുള്ളി പോയാൽ മതി. അവൾ പറയും കുറച്ച് പോയാൽ മതി. അവളതൊക്കെ ഞാനാ തിരിച്ച് പറയുന്നു. എന്താണ് ഗൈസ്, കുറച്ചൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അടിയിലേക്ക് പോകാം. താറാവ്, കോഴി എല്ലാവരും നമുക്കിത് കൂടെ പോകണം. നമ്മൾ വരെയാണ് അവിടെ കാണുന്നത്. ഇവിടെ പോവാനാണ് കൂടെ പോകാം. അല്ല എത്തുമ്പോൾ നമുക്ക് ഇത് കൂടെ പോകാൻ പോരെ. ഇവിടെ പറയും വേറെ തട്ടാളം ചോദിച്ചെന്നാണ് ബസ്. ഞാൻ പറഞ്ഞു ആരില്ല എൻ്റെ പറഞ്ഞു